ഓക്കെ, ഇതാണ് നിങ്ങൾ +1 മൊത്തം സിലബസ്. എത്ര മുതലുണ്ട്? ഒരു 15 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. +1 15 ചാപ്റ്റർ നിങ്ങൾക്ക് പഠിക്കാനുണ്ട്. ഈ 15 ചാപ്റ്റർ നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന മാർക്ക് എത്ര അറിയോ? 60 മാർക്ക് നിങ്ങൾ എഴുതുന്ന മാർക്കും 20 മാർക്ക് നിങ്ങളെ നിങ്ങളെ CE മാർക്കാണ്. ഇനി നിങ്ങൾക്ക് +2 പഠിക്കാനുള്ളത് വെറും +2 2 പാർട്ടായിട്ടാണ് പഠിക്കാനുള്ളത്. +2 പഠിക്കാനുള്ളത് ഫസ്റ്റ് പാർട്ട് 1 2 3 4 5 ചാപ്റ്ററും, ഫസ്റ്റ് പാർട്ടിൽ 5 ചാപ്റ്ററും സെക്കൻഡ് ചാപ്റ്ററിൽ 3 ചാപ്റ്ററുള്ളത്. മൊത്തം ഇത് പഠിച്ചു കഴിഞ്ഞാൽ 60 മാർക്ക് കിട്ടും. പ്ലസ് 20 മാർക്ക് തിയറി CE മാർക്ക് പ്ലസ് 40 മാർക്ക് പ്രാക്ടിക്കൽ. ഇതാണ് +2 സിലബസ്. ഇപ്പോൾ ഇവിടെ +1 എത്രയായി? 80 മാർക്കായി ഇവിടെ +1. +2 ഇപ്പോൾ എത്രയായി? 60ഉം 20ഉം 80ഉം 40ഉം 120 മാർക്ക്. ടോട്ടൽ 200 ആയല്ലോ. അപ്പോൾ +2 അല്ലേ സിമ്പിൾ? +2 ആണ് സിമ്പിൾ. +2 ആണ് ഏറ്റവും സിമ്പിൾ. ആകെപ്പാടെ കുറച്ച് ചാപ്റ്ററേ ഉള്ളൂ, ഭയങ്കര ഈസി ചാപ്റ്ററാണ്. പക്ഷേ +1 ഇത്ര ചാപ്റ്റേഴ്സ് പഠിക്കാനുണ്ട്. അതുകൊണ്ട് +1 എന്ന സബ്ജക്റ്റ് കുറച്ച് ടഫസ്റ്റ് ആണ് അക്കൗണ്ട്സിൽ. ഇനി ഫസ്റ്റ് ചാപ്റ്റേഴ്സ്, അതായത് ഫസ്റ്റ് നിങ്ങൾ പഠിക്കാനുള്ള ഈ ചാപ്റ്റേഴ്സൊക്കെ, ഈ ചാപ്റ്റർ എന്ന് പറഞ്ഞാൽ ബേസിക് ചാപ്റ്റേഴ്സാണ്. ഇതാണ് നമ്മുടെ അക്കൗണ്ടൻസിൻ്റെ ബേസിക് ചാപ്റ്റർ. ഇവിടെ നിന്ന് മുതലാണ് അക്കൗണ്ട്സിൻ്റെ പ്രോസസ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇതുവരെ ഇവിടെ നിന്ന് മുതൽ കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ഏരിയയാണ് കമ്പ്യൂട്ടർ അപ്ലിക്കേഷൻ. ഇതിൽ ഫസ്റ്റ് ചാപ്റ്റേഴ്സ് കണ്ടില്ലേ, ഏറ്റവും ഇമ്പോർട്ടൻറ്റ് ചാപ്റ്റേഴ്സാണ് ഇതെല്ലാം. ഈ ചാപ്റ്റേഴ്സൊക്കെ ഇമ്പോർട്ടൻറ്റ്, ബേസിക് അറിഞ്ഞിട്ടില്ലെങ്കിൽ മാത്രം ചെയ്യാൻ പറ്റുള്ളൂ. ഇത്ര ചാപ്റ്റേഴ്സിൽ നമുക്ക് ഈ ചാപ്റ്റേഴ്സൊക്കെ ഇൻട്രൊഡക്ഷനാണ്, അക്കൗണ്ടിങ്ങിന് ഇൻട്രൊഡക്ഷനാണ്. ഞാൻ ഈ PDF നിങ്ങൾക്ക് കുറച്ച് കഴിഞ്ഞിട്ട് ഗ്രൂപ്പിൽ വിടും. നിങ്ങളെല്ലാവരും ഫസ്റ്റ് പേജ് ഇതിന് വേണ്ടിയിട്ട് സിലബസ് എന്ന് പറഞ്ഞിട്ട് മാറ്റി വെക്കണം. ഓക്കെ, എന്നിട്ട് ഞാൻ ഫുള്ള് ഇതിൽ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. നമുക്ക് ആവശ്യമുള്ള ഫസ്റ്റ് ചാപ്റ്റർ ആയിട്ടുള്ള ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലേക്ക് പോകാം. അപ്പം നിങ്ങൾ നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്കുന്ന ഫസ്റ്റ് സാധനമാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എക്സാമിന് ചോദിക്കുന്ന തൊട്ട് താഴെ എഴുതി വെക്കുക. എത്ര മാർക്കിന് എക്സാം ഉണ്ടാവും വെച്ചാൽ 4 മുതൽ 5 മാർക്കിന് വരെ എക്സാമിന് ഉണ്ടാവാൻ ചാൻസ് ഉള്ള ഒരു ചാപ്റ്ററാണ് ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്. എല്ലാവരും നോട്ട്ബുക്കിലേക്ക് എഴുതി വെക്ക്. അക്കൗണ്ടിങ്, ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ്ങിലെ ഫസ്റ്റ് ഭാഗമാണ് എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. എന്താണ് അക്കൗണ്ടിങ്? നിങ്ങൾക്കറിയാം അക്കൗണ്ടിങ് എന്താണെന്ന് എല്ലാവർക്കും അറിയുന്നല്ലേ. എന്താണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ? ശ്രദ്ധിച്ചോ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്ന പരിപാടിയാണ്. അക്കൗണ്ടിങ് ഈസ് ദി സിസ്റ്റമാറ്റിക് പ്രോസസ് ഓഫ് ഐഡൻറ്റിഫൈയിങ്, ഫസ്റ്റ് പോയിന്റ് ഐഡൻറ്റിഫൈയിങ്, സെക്കൻഡ് പോയിന്റ് റെക്കോർഡ് ചെയ്യുന്ന, മൂന്നാമത്തത് ക്ലാസിഫൈ ചെയ്യുന്ന, നാലാമത്തതാണ് സമ്മറൈസിങ് ചെയ്യുന്ന, നാലാമത്തെ സമ്മറൈസിങ് ആണ്, അഞ്ചാമത്തതാണ് ഇൻ്റർപ്രറ്റിംഗ് ആണ്, ആൻഡ് ആറാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്. ഇത്ര കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് എന്ത് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇത്ര കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. നമ്മളൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്, ഞാനൊരു ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത് എന്തിനാണ്? ഒന്നെങ്കിൽ എനിക്ക് എന്ത് വേണം? പ്രോഫിറ്റ് വേണം. പ്രോഫിറ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ബിസിനസ് കണ്ടക്ട് ചെയ്യുന്നത്. സം ടൈം മേ ബി എന്താവാം? ലോസ് ആവാം. എനിക്ക് ഈ പ്രോഫിറ്റ് ആണോ, ഒരു ബിസിനസ് കണ്ടക്ട് ചെയ്തിട്ട് എനിക്ക് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ എനിക്ക് എങ്ങനെ മനസ്സിലാവുന്നത്? എൻ്റെ അക്കൗണ്ട്സ് ചെയ്യണം. എൻ്റെ അക്കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാലേ എനിക്ക് എന്ത് മനസ്സിലാവുള്ളൂ? എനിക്ക് ലാഭമാണോ എനിക്ക് നഷ്ടമാണോ എന്നുള്ളത് മനസ്സിലാവാം അല്ലേ? അങ്ങനെയാണെങ്കിൽ ഈ അക്കൗണ്ട്സ് ചെയ്യുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അക്കൗണ്ട്സിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. ഫസ്റ്റ് വൺ ഇതിലെന്ത് വരുന്നുണ്ട്? ഐഡൻറ്റിഫിക്കേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നുണ്ട്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റെക്കോർഡിംഗ് എന്ന പ്രോസസ്സ് വരുന്നുണ്ട്. മൂന്നാമത്തെ ക്ലാസിഫിക്കേഷൻ എന്ന പ്രോസസ്സ് വരുന്നുണ്ട്. ഫോർത്ത് വൺ സമ്മറൈസേഷൻ എന്ന പ്രോസസ്സ് വരുന്നുണ്ട്. അഞ്ചാമത്തെ പറഞ്ഞു കഴിഞ്ഞാൽ ഇൻ്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞ പ്രോസസ്സ് വരുന്നുണ്ട്.
നെക്സ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ പ്രോസസ്സ് വരുന്നുണ്ട്. ഇതെല്ലാം ഇൻവോൾവ് ചെയ്തിട്ടുള്ള ഒരു ആക്ടിവിറ്റീസിനെ പറഞ്ഞ പേരാണ് അക്കൗണ്ട്സ്. ഓക്കെ, അപ്പോൾ ഇതിലുള്ള സാധനങ്ങൾ ഇത്ര കാര്യങ്ങൾ നിങ്ങൾക്ക് ഒന്നും അറിയില്ല. എന്താണ് ഐഡൻറ്റിഫിക്കേഷൻ, എന്താണെന്നുള്ളതൊക്കെ നമുക്ക് ആദ്യം നോക്കാം. ഫസ്റ്റ് വൺ ഇവിടെ നോക്കട്ടോ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. വാട്ട് യു മീൻ ബൈ? ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ അപ്പം പറയണം കേട്ടോ. വാട്ട് യു മീൻ ബൈ ട്രാൻസാക്ഷൻ? ശ്രദ്ധിച്ചോ, ഫസ്റ്റ് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്ന പരിപാടിയാണ് വാട്ട് യു മീൻ ബൈ ട്രാൻസാക്ഷൻ. നിങ്ങൾ പറ, ഒരാൾ പറ, എന്താ ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താ? ഞാൻ കാണിക്കുന്ന പിക്ചർ കാണുന്നില്ലേ നിങ്ങൾ? ഹലോ, ആ ഓക്കെ. ഒരാൾ പറ, വാട്ട് യു മീൻ ബൈ ട്രാൻസാക്ഷൻ. നിങ്ങൾക്ക് എന്തൊക്കെ ട്രാൻസാക്ഷൻ അറിയാം? ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് അത് പറഞ്ഞുതരാം. ഇടപാടുകളെ ഉദ്ദേശിക്കുന്ന പരിപാടിയാണ് ട്രാൻസാക്ഷൻ. മണി ട്രാൻസാക്ഷൻ. ഓക്കെ, നെക്സ്റ്റ് വൺ. മണി ട്രാൻസാക്ഷനെ പറ്റി അറിയാം. പിന്നെ നിങ്ങൾക്ക് എന്തൊക്കെ ട്രാൻസാക്ഷനെ പറ്റി അറിയാം? വേറെ ട്രാൻസാക്ഷൻ ഞാൻ പറയട്ടെ. നിങ്ങളുടെ അടുത്തുള്ള ഷോപ്പിൽ പോകുന്ന, നിങ്ങളുടെ അടുത്തുള്ള ഒരു സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. ഈ സൂപ്പർ മാർക്കറ്റിൽ പോയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുന്നത്? ശ്രദ്ധിക്കണേ. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന, നിങ്ങൾ അമ്മ ഒരു ലിസ്റ്റ് തന്നിട്ട് നിങ്ങൾ സൂപ്പർ മാർക്കറ്റിൽ പോകുന്ന സാധനം പർച്ചേസ് ചെയ്യാൻ. ഫസ്റ്റ് വൺ, നിങ്ങൾ ഷോപ്പിൽ പോയിട്ട് സാധനം പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ, ഗുഡ്സ് പർച്ചേസ് ചെയ്യുന്നുണ്ടല്ലോ. ഗുഡ്സ് പർച്ചേസ് ചെയ്യുക എന്നുള്ളത് ഒരു ട്രാൻസാക്ഷനാണ്, ഒരു ഇടപാടാണ്. ഓക്കെ, സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ പർച്ചേസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ മാർക്കറ്റ് നിങ്ങൾക്ക് സെയിൽ ചെയ്യാണല്ലോ. സെയിൽ ഓഫ് ഗുഡ്സ് അല്ലേ? ഓക്കെ, സെയിൽ ഓഫ് ഗുഡ്സ്. ക്ലിയർ? ഇനി നിങ്ങൾ സൂപ്പർ മാർക്കറ്റിന്റെ ബില്ലിൽ പോയിട്ട്, നിങ്ങൾ റിസപ്ഷനിൽ പോയിട്ട് പേ ചെയ്യണ്ടേ? അപ്പോൾ ബില്ലെടുക്കുന്ന സമയത്ത് ക്യാഷ് പേ ചെയ്യുന്നുണ്ടല്ലോ. നിങ്ങൾ ക്യാഷ് പേ ചെയ്യുന്നുണ്ടല്ലോ. സൂപ്പർ മാർക്കറ്റ് നിങ്ങൾ കൊടുത്ത ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ടല്ലോ. ക്യാഷ് റിസീവ് ചെയ്യുന്നുണ്ടല്ലോ. അപ്പോൾ നിങ്ങൾ ക്യാഷ് സാധനം വാങ്ങുന്ന ഇടയിൽ ഒരു എക്സ് എന്ന് പറഞ്ഞ ഒരാൾ വന്നിട്ട് അയാൾ സാധനം വാങ്ങിയിട്ട് പോകുന്നു, ക്യാഷ് കൊടുക്കുന്നില്ല. അയാൾ ക്രെഡിറ്റ് സെയിൽസാണ് നടത്തുന്നത്. കാരണം അയാൾ പൈസ കൊടുക്കുന്നില്ല. പൈസ കൊടുക്കാതെ നമ്മൾ കടം വാങ്ങുന്ന സെയിൽസിനെ ഉദ്ദേശിക്കുന്നതാണ് ക്രെഡിറ്റ് സെയിൽസ് എന്ന് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ എന്ത് ചെയ്തു? സാധനം വാങ്ങിയിട്ട് നിങ്ങൾ ക്യാഷ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്യാഷ് സെയിൽസായി, ക്യാഷ് പർച്ചേസായി. ഓക്കെ, അങ്ങനെ നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലെ പരിപാടി കഴിഞ്ഞു. അങ്ങനെ നിങ്ങൾ എന്ത് ചെയ്യുക? ബാങ്കിൽ പോവാണ്. ബാങ്ക് പോകുന്ന സമയത്ത് ബാങ്കിൽ തൊട്ടതായ ഒരു ATM ഉണ്ട്. ATM കയറിയിട്ട് പൈസ പിൻവലിക്കുമല്ലോ. ക്യാഷ് വിഡ്രോ ചെയ്തു. ക്യാഷ് വിഡ്രോവൽ ഒരു ട്രാൻസാക്ഷനാണ്. എന്നിട്ട് കുറച്ച് എമൗണ്ട്, നിങ്ങളൊരു 1,00,000 രൂപ നിങ്ങൾ ATM ഡെപ്പോസിറ്റ് ചെയ്തു. ക്യാഷ് ഡെപ്പോസിറ്റഡ് ചെയ്യുന്നു പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ട്രാൻസാക്ഷൻ എന്താണെന്ന് മനസ്സിലായോ? ഓക്കെ 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 ഓക്കെ. ട്രാൻസാക്ഷനെ പറ്റി ഞാൻ ഡീപ്പായിട്ട് ഇനി പറയണം. ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇടപാടുകളാണ്. ഇടപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നെങ്കിൽ മണി ട്രാൻസാക്ഷൻ ആവാം, അതായത് ക്യാഷ് കൊടുത്തിട്ട് ക്യാഷ് ട്രാൻസാക്ഷൻസ് ആവാം. അതായത് അതിലെന്തുണ്ടാവും? ആ ഇടപാടുകളിൽ ക്യാഷ് ഉണ്ടാവും. ഓക്കെ, സെക്കൻഡ് വൺ വേറെ ട്രാൻസാക്ഷനാണ് ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ. ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കടം കൊടുക്കുന്നത്. ക്യാഷ് ട്രാൻസാക്ഷൻ അല്ല, കടത്തിന് കൊടുക്കുക. ഒരാൾക്ക് ഞാൻ എന്ത് ചെയ്യുന്നത്? ഒരാൾക്ക് ഷോപ്പിൽ സാധനം കൊടുക്കുന്നത്, അത് കടത്തിനാണ്. ക്യാഷിനാണെങ്കിൽ അത് ക്യാഷ് ട്രാൻസാക്ഷനായി. അത് കടത്തിനാണ് കൊടുക്കുന്നതെങ്കിൽ ക്രെഡിറ്റ് ട്രാൻസാക്ഷനായി. ഓക്കെ, അപ്പോൾ ക്യാഷ് ട്രാൻസാക്ഷൻ ഉണ്ട്, ക്രെഡിറ്റ് ട്രാൻസാക്ഷൻ ഉണ്ട്. അപ്പോൾ ട്രാൻസാക്ഷൻസ് മനസ്സിലായോ? നിങ്ങളെ വീട്ടിൽ നിങ്ങൾ പല ട്രാൻസാക്ഷൻ നടത്താറില്ലേ? അമ്മമാർ രാവിലെ ചായ ഉണ്ടാക്കുന്ന, അതായത് കുറേ പ്രോസസ്സൊക്കെ നടത്തുന്നില്ലേ? അതേമാതിരി ഇനി ഫുൾ ബിസിനസ്. നിങ്ങൾ എപ്പോഴും മൈൻഡ് ചിന്തിക്കുന്നത് ബിസിനസ്സിൽ എന്തൊക്കെ നടക്കുന്നു ആലോചിക്കുക. ബിസിനസ്സിൽ എന്ത് ചെയ്യുന്നത്? ബിസിനസ്സിൽ സാധനങ്ങൾ വിൽക്കുന്നുണ്ട്, സാധനങ്ങൾ വാങ്ങുന്നുണ്ട്, ബാങ്കിൽ പോയി പൈസ ഇടുന്നുണ്ട്, വാടക കൊടുക്കുന്നുണ്ട്.
പറ. സെയിൽ ചെയ്യുന്നുണ്ട്, അങ്ങനെ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് അറിയുന്ന ട്രാൻസാക്ഷൻസിനെ പറ്റി പറ. ഞാനിപ്പോൾ ട്രാൻസാക്ഷനെ പറ്റി നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്ത് തന്നല്ലോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്, ട്രാൻസാക്ഷൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഡൗട്ട്സുകൾ ഉണ്ടോ ട്രാൻസാക്ഷനെ പറ്റി? ഒന്ന് പറഞ്ഞുണ്ടോ? നമ്മുടെ ബിസിനസ്സിൽ നമ്മളൊരു വെജിറ്റബിൾ ഷോപ്പ് ഉണ്ട്. വെജിറ്റബിൾ ഷോപ്പാണ് നമ്മളത്. നമ്മളെ ഈ വെജിറ്റബിൾ ഷോപ്പിൽ എന്തുണ്ടായിരിക്കും? വെജിറ്റബിൾ ഉണ്ടായിരിക്കുമല്ലോ. ഈ വെജിറ്റബിൾ ഷോപ്പിൽ നടക്കുന്ന ട്രാൻസാക്ഷൻസ് എന്തൊക്കെ ഉണ്ടാവാം പറഞ്ഞുണ്ടോ? ഫസ്റ്റ് വൺ, പറ. മൈക്ക് ഓഫ് ചെയ്യില്ല, മൈക്ക് ഓൺ ആക്കി എല്ലാവരും. ഓരോരുത്തരായിട്ട് എക്സാമ്പിൾ പറയാം. എന്തൊക്കെ ബിസിനസ് ട്രാൻസാക്ഷൻസ് ഉണ്ടാവാം? ഒരു എക്സാമ്പിൾ, ഗുഡ്സ് ട്രാൻസാക്ഷൻ ഉണ്ടാവാം. അങ്ങനെ ഉദ്ദേശിക്കുന്നത് എന്താടാ? ഗുഡ്സ് ട്രാൻസാക്ഷൻ ഉദ്ദേശിക്കുന്നത് എന്താ? പച്ചക്കറികളൊക്കെ അതായത് വെജിറ്റബിൾ എന്ത് ചെയ്യാം? പർച്ചേസ് ചെയ്യാം. ഓക്കെ, അവൻ പറഞ്ഞു വെജിറ്റബിൾ പർച്ചേസ് ചെയ്യാം. ഓക്കെ, വെജിറ്റബിൾ ഉദ്ദേശിക്കുന്നത് ഗുഡ്സ് ആണ്. ഓക്കെ, രണ്ടാമത്തെ വേറെ ആള് പറ. ക്യാഷ് ട്രാൻസാക്ഷൻ. ക്യാഷ് ട്രാൻസാക്ഷൻസിൽ എന്ത് വരാം? ക്യാഷ് ട്രാൻസാക്ഷൻ എന്താ ഉദ്ദേശിക്കുന്നത് മോള്? ക്യാഷ് കൊടുക്കൂ. അതായത് നമ്മൾ ക്യാഷ് കൊടുക്കുക. നമ്മളിവിടെ ഒരു ബായ് ഉണ്ട്, നമ്മൾ പണിക്കാരന്. ആ പണിക്കാരൻ നമ്മൾ എന്ത് ചെയ്യണം? ശമ്പളം കൊടുക്കണ്ടേ? അപ്പോൾ നമ്മൾ ക്യാഷ് ട്രാൻസാക്ഷൻ അല്ലേ, സാലറി കൊടുക്കുക. അപ്പോൾ സാലറി കൊടുക്കുന്നത്, സാലറി പെയ്ഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു ട്രാൻസാക്ഷൻ ആണ്. അത് ക്യാഷ് ട്രാൻസാക്ഷൻ ആണ്. സാലറി കൊടുക്കുമ്പോൾ ക്യാഷ് പോകുന്നുണ്ടല്ലോ. ഓക്കെ, നെക്സ്റ്റ് ട്രാൻസാക്ഷൻ പറ. വേറെ എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ട്? നമ്മളിവിടെ വെജിറ്റബിൾ പർച്ചേസ് ചെയ്തിട്ടില്ലേ? ഈ സാധനം നമുക്ക് ഇത് സെയിൽ ചെയ്യണ്ടേ? വെജിറ്റബിൾ സെയിൽസ് എന്ന് പറഞ്ഞ ട്രാൻസാക്ഷൻ ഉണ്ടാവില്ലേ? ഓക്കെ, വെജിറ്റബിൾ സെയിൽസ് നമ്മളിപ്പം ആരാ ഒന്ന് പറയുന്നുണ്ട് അവിടെ? പറ. ഈ വെജിറ്റബിൾ സെയിൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ട്രാൻസാക്ഷൻ നടന്നൂടെ? എന്തൊക്കെ ആവാം? ക്യാഷിന് സെയിൽ ചെയ്തൂടെ നമുക്ക്? അതേമാതിരി നമുക്ക് എന്ത് ചെയ്യാം? കടത്തിന് സെയിൽ ചെയ്തൂടെ? ക്രെഡിറ്റായിട്ട് സെയിൽ ചെയ്തൂടെ? അതേമാതിരി പർച്ചേസസ് നമുക്ക് രണ്ട് രീതിയിൽ സെയിൽ ചെയ്യാം. ഏതൊക്കെ? ക്യാഷിന് സെയിൽ ചെയ്യാം, അതേമാതിരി ക്രെഡിറ്റ് സെയിൽ ചെയ്യാം. ക്ലിയർ? ഇനി നമുക്ക് ഈ നമ്മളെ മിനി സൂപ്പർ മാർക്കറ്റിൽ നമ്മൾ നിൽക്കുന്നതിന് വാടക കൊടുക്കണ്ടേ? റെന്റ് കൊടുക്കണ്ടേ? റെന്റ് കൊടുക്കുന്ന ട്രാൻസാക്ഷൻ അല്ലേ? ഓക്കെ, നമുക്ക് എന്ത് ചെയ്യണം? ബാങ്കിൽ നിന്ന് ലോൺ എടുക്കണം. നമുക്ക് നമ്മളെ മിനി സൂപ്പർ മാർക്കറ്റ് അല്ലേ ഉള്ളത്? ആ മിനി സൂപ്പർ മാർക്കറ്റ് നമുക്ക് പോയിട്ട് ഹൈപ്പർ മാർക്കറ്റ് ആക്കണം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും? ബാങ്കിൽ നിന്ന് പോയിട്ട് ലോൺ എടുക്കണം. 10 ലക്ഷം രൂപ ലോൺ എടുക്കുന്നത്. ഇത് നമ്മൾ എന്താണ്? 10 ലക്ഷം രൂപ കൊടുക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് എ ട്രാൻസാക്ഷൻ അല്ലേ? ഓക്കെ, അപ്പം കുറേ ട്രാൻസാക്ഷൻസ് ബിസിനസ്സിൽ ഉണ്ടാവും. അതാണ് അക്കൗണ്ട്സിന്റെ ഫസ്റ്റ് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിങ്ങിന്റെ ഫസ്റ്റ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ. ഇസ് ക്ലിയർ? മനസ്സിലായോ ഇല്ലേ? എന്നിട്ട് ബാക്കിയുള്ള പറയുന്നുള്ളൂ. ഇവിടെ ഒരാൾ ഇപ്പോൾ അഡ്മിഷൻ ചെയ്തിട്ടുണ്ടല്ലോ. സെക്കൻഡ് വൺ, റെക്കോർഡ് ചെയ്യുന്നത്. രണ്ടാമത്തെ സ്റ്റെപ്പാണ് നമ്മൾ എന്താ പറഞ്ഞത്? റെക്കോർഡിങ് ചെയ്യുന്നത്. റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു ബുക്കിൽ റെക്കോർഡ് ചെയ്യുക. അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ് വരുന്നത്, റെക്കോർഡിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ഇപ്പോൾ നമുക്ക് സാധനം വാങ്ങി ഒരാൾക്ക് നമ്മൾ നാട്ടിലൊക്കെ സാധനം വാങ്ങി കഴിഞ്ഞാൽ റെക്കോർഡ് ചെയ്യുക. ഒരു പറ്റ് ബുക്ക് എന്ന് പറഞ്ഞ സിസ്റ്റം ഉണ്ടല്ലോ, അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത് റെക്കോർഡിങ്. എവറി ട്രാൻസാക്ഷൻ ബിസിനസ്സിൽ നടക്കുന്നുള്ള എല്ലാ ട്രാൻസാക്ഷൻസ് എന്ത് ചെയ്യുന്നത്? റെക്കോർഡ് ചെയ്യുക. അതായത് ഇപ്പോൾ ഞാൻ എക്സാമ്പിൾ വിചാരിച്ചോ, ഇപ്പോൾ ഇന്നത്തെ ഡേറ്റിൽ 20-ാം തീയതി 20/10 ഞാൻ എന്തൊക്കെ ട്രാൻസാക്ഷൻ നടത്തിയിട്ടുണ്ട്? സാലറി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? റെക്കോർഡ് ചെയ്യും. സാലറി കൊടുത്തു, സാലറി പെയ്ഡ്. രണ്ടാമത്തത് വെജിറ്റബിൾ പർച്ചേസ് ചെയ്തു, വെജിറ്റബിൾ പർച്ചേസ്. പിന്നെ വെജിറ്റബിൾ സെയിൽ ചെയ്തു, വെജിറ്റബിൾ സെയിൽസ് നടത്തും. പിന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു. ഇതൊക്കെ ഞാൻ എന്ത് ചെയ്തു? ഈ ട്രാൻസാക്ഷൻസ് ഞാൻ ഐഡന്റിഫൈ ചെയ്തു. ആ ഐഡന്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തു? റെക്കോർഡ് ചെയ്തു.
ഐഡന്റിഫൈ ചെയ്ത ട്രാൻസാക്ഷൻസ് ഒക്കെ ഞാൻ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു. ഓക്കെ, അതാണ് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇസ് ക്ലിയർ? നെക്സ്റ്റ് വൺ, തേർഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറഞ്ഞത്? തേർഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷനാണ്. തേർഡ് സ്റ്റെപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ക്ലാസിഫിക്കേഷൻ. ക്ലാസിഫൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫൈ റെക്കോർഡ്സ് ഓഫ് ഇവന്റ്, ക്ലാസിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് ഓഫ് ഇവന്റ് ഓർ ട്രാൻസാക്ഷൻ. ക്ലാസിഫിക്കേഷൻ ഓഫ് റെക്കോർഡ്സ് എന്ന് എഴുതിയാൽ മതി കേട്ടോ, അത് മനസ്സിലാക്കിയാൽ മതി. നിങ്ങൾ ആരും ഇത് എഴുതണം, ഇത് നോട്ട് എനിക്ക് അയച്ചു തരും കേട്ടോ. ക്ലാസിഫിക്കേഷൻ എന്താണ്? ക്ലാസിഫിക്കേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു എക്സാമ്പിൾ പറഞ്ഞുതരാം, അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാവും. ഞാൻ രാവിലെ മീൻ പിടിക്കാൻ പോകുന്നു, ഫിഷ് ബോട്ടിൽ പോകുന്നു. ഞാനും കുറേ ആൾക്കാരും ബോട്ടിൽ പോകുന്നു. മോർണിംഗിൽ പോയിട്ട് ഞാൻ എന്ത് ചെയ്യുന്നത്, നൈറ്റിൽ റിട്ടേൺ ആണ്. നൈറ്റിൽ റിട്ടേൺ ആയിട്ട് വരുന്ന സമയത്ത് എൻ്റെ അടുത്തുള്ള എൻ്റെ ബോട്ടിൽ എന്തുണ്ടായിരിക്കാം, കുറേ ഫിഷ് ഉണ്ടായിക്കൂടെ, കുറേ ഫിഷ് ഉണ്ടാവാം, പിന്നെ കുറേ മീനുണ്ട്. മീനിൽ പല രീതിയിലുള്ള മീനുണ്ടാവും. ചിലപ്പോൾ എന്തുണ്ടാവാം, അയില ഉണ്ടാവാം, പിന്നെ കോര ഉണ്ടാവാം, പിന്നെ മലയാളികളുടെ ഏറ്റവും ഇഷ്ടപ്പെട്ട മത്സ്യമായിട്ടുള്ള മത്തി ഉണ്ടാവാം, പിന്നെ ആവോലി ഉണ്ടാവാം. കുറേ ഐറ്റംസ് ഉണ്ട് ഈ ബോട്ടിൽ, നിറച്ചും മീനാണ്. ചെമ്മീൻ ഉണ്ടാവാം, ഇതൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ഓരോ മീനും ഞാൻ എന്ത് ചെയ്യുന്നത്, ഞാനിപ്പോൾ ബോട്ടിൽ പരന്ന് കിടക്കുകയാണ്. ഇതിലൊക്കെ ഈ മീനൊക്കെ പരന്ന് കിടക്കുകയാണ്. ഞാൻ കരയിലെത്തിയിട്ട് എന്ത് ചെയ്ത്, അയില മാത്രം ഒരു സ്ഥലത്ത്, അയില മാത്രം ഒരു കൊട്ടയിലാക്കി, മത്തി മാത്രം വേറൊരു കൊട്ടയിലാക്കി, പിന്നെ ആവോലി മാത്രം വേറെ കൊട്ടയിലാക്കി. അങ്ങനെ ഓരോന്നും എന്ത് ചെയ്തു, ഓരോ മീന് ഞാൻ സെപ്പറേറ്റ് എന്ത് ചെയ്തു, ഓരോ ബോട്ടിൽ മീൻസ് ഓരോ ബാസ്ക്കറ്റിലാക്കി. ഈ പ്രോസസ്സിനെ പറഞ്ഞ പേരാണ് ക്ലാസിഫിക്കേഷൻ. എന്താണ് ഉദ്ദേശിക്കുന്നത്? ഈ പ്രോസസ്സാണ് നമ്മൾ എന്ത്, ക്ലാസിഫിക്കേഷൻ. എന്താണ് ക്ലാസിഫിക്കേഷൻ ഉദ്ദേശിക്കുന്നത്? ടോട്ടൽ ഉണ്ടാവുന്ന ട്രാൻസാക്ഷൻസ്, നമ്മളുടെ ബുക്കിൽ റെക്കോർഡ് ചെയ്തിട്ടുള്ള ട്രാൻസാക്ഷൻസിനെ ഓരോന്നും അതിൻ്റെ നാച്ചുറിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, മാറ്റുന്ന രീതിനെ പറഞ്ഞ പേരാണ് എന്ത്, ക്ലാസിഫിക്കേഷൻ. അതായത് ഇവിടെ നോക്ക്, ഇവിടെ കുറേ ട്രാൻസാക്ഷൻ ഉണ്ട്. ഓക്കെ, ഇതിന് മുന്നത്തെ പേജ് ബാങ്ക് പോയി ലോൺ എടുത്തിട്ടുണ്ടായിരുന്നല്ലോ, ഇതാ നോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഇതിൽ കുറേ ട്രാൻസാക്ഷൻസ് ഉണ്ടല്ലോ. ഇതിൽ ഞാൻ എന്ത് ചെയ്യുന്നത്, ഓരോ ട്രാൻസാക്ഷൻ, ഇവിടെ പർച്ചേസ് ഉണ്ട്. പർച്ചേസ് ട്രാൻസാക്ഷൻ മൊത്തം ഞാൻ പർച്ചേസ് ചെയ്തു, 2000 രൂപക്ക് പർച്ചേസ് ചെയ്തു. അപ്പോൾ മൊത്തം ഞാൻ പർച്ചേസ് ട്രാൻസാക്ഷൻ മൊത്തം ഇവിടെ ചെയ്തു, 2000 രൂപയ്ക്ക് പർച്ചേസ് ചെയ്തിട്ടുണ്ട്. രണ്ടാമത്തെ അവിടെ സെയിലുണ്ട്. അപ്പോൾ സെയിൽ ഞാനൊരു ട്രാൻസാക്ഷൻ അല്ലേ, അപ്പോൾ സെയിൽസ് ഞാനൊരു 3000 രൂപക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. അപ്പം ഈ 3000 രൂപ ഞാൻ അവിടെ സെയിൽസിൽ ചെയ്തു, 3000 രൂപക്ക് സെയിൽ ചെയ്തിട്ടുണ്ട്. ഇനി ക്യാഷ് കൊടുത്തതാണോ, ഇത് ക്യാഷ് പേ ചെയ്യാനോ ക്യാഷ് കൊടുത്തതാ, ക്യാഷ് കിട്ടിയതല്ലേ, അപ്പം രണ്ട് സെപ്പറേറ്റ് ചെയ്താ. ക്യാഷ് കിട്ടിയത് റിസീവ് ചെയ്തതും ക്യാഷ് പെയ്ഡ് ചെയ്തതും സെപ്പറേറ്റ് ചെയ്യും. അങ്ങനെ ഓരോ ട്രാൻസാക്ഷൻസിനെ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്ന അതിൻ്റെ പ്രത്യേകത ഫ്യൂച്ചേഴ്സിനനുസരിച്ചിട്ട് എന്ത് ചെയ്യുക, ക്ലാസിഫൈ ചെയ്യുന്ന പരിപാടിനെ പറഞ്ഞ പേര് ഒരു പ്രോസസ്സാണ് എന്ത്, ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഓക്കെ, നെക്സ്റ്റ് വൺ, ക്ലാസിഫിക്കേഷൻ ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുക, സമ്മറൈസേഷൻ ചെയ്യുക. സമ്മറൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിൽ നിന്ന് പ്രോഫിറ്റ് ഉണ്ടോ, സമ്മറൈസേഷൻ ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ഉണ്ട്. ഇതൊക്കെ എനിക്ക് ഏറ്റവും സിംപ്ലസ്റ്റ് മെത്തേഡാണ് പറയുന്നത്. കുറച്ചും കൂടി വൈഡായിട്ട് നെക്സ്റ്റ് ഏരിയയിൽ വരും കേട്ടോ. പ്രോഫിറ്റ് ഉണ്ടോ ലോസ് ഉണ്ടോ എന്നുള്ളത് മനസ്സിലാക്കുന്നത് എനിക്ക് സമ്മറൈസേഷനിലൂടെ മനസ്സിലാവും. ഞാനിപ്പോൾ ക്ലാസിഫൈ ചെയ്തിട്ടുള്ള ഡാറ്റാസിനെ വെച്ചിട്ട് എനിക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ, അതേമാതിരി എനിക്ക് എത്ര ആസ്തി ഉണ്ട്, എനിക്ക് എത്ര ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസറ്റാണ് കേട്ടോ, എനിക്ക് എത്ര ലാബിലിറ്റി ഉണ്ട്, എനിക്ക് എത്ര ബാധ്യത ഉണ്ട് എന്നെല്ലാം മനസ്സിലാക്കുന്നത് എൻ്റെ സമ്മറൈസേഷൻ്റെ പ്രോസസ്സിലൂടെയാണ്. അപ്പം ഞാൻ ഇതുവരെ എന്ത് ചെയ്തു, നേരത്തെ ചെയ്ത മാതിരി ഇവിടെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. അതായത് എത്ര ഉണ്ട്, എത്ര പർച്ചേസ് ഉണ്ട്, എത്ര സെയിൽസ് ഉണ്ട്, എത്ര ക്യാഷ് ഉണ്ട്, എത്ര ക്യാഷ് കിട്ടിയതുണ്ട്, എത്ര ക്യാഷ് കൊടുത്തിട്ടുണ്ട്. ഈ 4 സ്റ്റെപ്പിൽ നിന്ന് എനിക്ക് എന്തൊക്കെ മനസ്സിലാവാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് എത്ര പ്രോഫിറ്റ് ഉണ്ട്, എനിക്ക് എത്ര ലോസ് ഉണ്ട്, പിന്നെ എനിക്ക് എത്ര അസറ്റ് എന്ന് പറഞ്ഞാൽ ആസ്തി. അതായത് നിങ്ങളെ വീട്ടിലെ നിങ്ങളെ അച്ഛനക്ക് എന്തൊക്കെ അസറ്റ് ഉണ്ടെന്ന് നോക്കി കഴിഞ്ഞാൽ അച്ഛന് വീടുണ്ടാവാം, അച്ഛന് കാർ ഉണ്ടാവാം, ഒക്കെ നമ്മൾ അസറ്റാണ്. പിന്നെ വരും അവിടെ. പിന്നെ ലാബിലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്ര ബാധ്യതകളുണ്ട്, എന്തൊക്കെ ബാധ്യതകളുണ്ട്,
ഇത്തരം കാര്യങ്ങളാണ് നമ്മുടെ എവിടെ വരുന്നത്, സമ്മറൈസേഷനിലൂടെ വരുന്നത്. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് മനസ്സിലാക്കുന്നത്. ട്രാൻസാക്ഷൻ മനസ്സിലാക്കി, അതായത് ഇതൊക്കെ ട്രാൻസാക്ഷൻ ആയിരുന്നു. ഈ ട്രാൻസാക്ഷൻസ് ഒക്കെ മനസ്സിലാക്കിയിട്ട് അത് നമ്മൾ എന്ത് ചെയ്തു, റെക്കോർഡ് ചെയ്തു, ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്തു. ആ റെക്കോർഡ് ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്ത് അതെല്ലാം ക്ലാസിഫൈ ചെയ്തു. ആ ക്ലാസിഫിക്കേഷൻ ചെയ്തതിന് ശേഷമാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്. ക്ലാസിഫിക്കേഷൻ ഒക്കെ ആണല്ലോ, ഒരേ നാച്ചുറൽ ആയിട്ടുള്ള ട്രാൻസാക്ഷൻസ് ഒക്കെ ഓരോ ബുക്കിൽ ഓരോ പേജിൽ എഴുതി വെക്കുന്നതിനെ പറഞ്ഞവരാണ് ക്ലാസിഫിക്കേഷൻ. ആ ക്ലാസിഫൈ ചെയ്ത സാധനത്തിൽ നിന്നാണ് നമുക്ക് എന്തുണ്ടാവുക, നമുക്ക് 4 കാര്യങ്ങൾ കിട്ടും. ഒന്നെങ്കിൽ നമുക്ക് ബിസിനസ് ലാഭമാണോ നഷ്ടമാണോ, എനിക്ക് എത്ര അസറ്റ് ഉണ്ട്, എനിക്ക് എത്ര ലാബിലിറ്റി ഉണ്ട്. ഇതുവരെ പറഞ്ഞത് ജസ്റ്റ് ഒന്ന് മനസ്സിലായിട്ടുണ്ടോ ഇല്ലേ നോക്ക്. നെക്സ്റ്റ് വൺ, ഇന്റർപ്രറ്റ് ചെയ്യുക. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശദീകരിക്കുക. നമ്മുടെ ഇന്റർപ്രിട്ടേഷൻ ദ റിസൾട്ട്. റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എന്താ ഉദ്ദേശിക്കുന്നത്, നമുക്ക് പ്രോഫിറ്റ്, റിസൾട്ട് ഉദ്ദേശിക്കുന്നത് പ്രോഫിറ്റ് ആണോ ലോസ് ആണോ. ആ പ്രോഫിറ്റ് ആയാലും ലോസ് ആയാലും അതിൻ്റെ കാര്യങ്ങൾ എന്ത് ചെയ്യുക, ഇതാണ് നമ്മളെ റിസൾട്ട്. ഈ റിസൾട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇന്റർപ്രിറ്റ് ചെയ്യുക. ഇന്റർപ്രിട്ടേഷൻ മീൻസ് എക്സ്പ്ലനേഷൻ ചെയ്യുക. എന്ത് ചെയ്യുക, എക്സ്പ്ലനേഷൻ ചെയ്യുക. അത് നമുക്ക് എന്ത് ചെയ്യുന്നത്, മറ്റൊരാൾക്ക് അറിയുന്ന രീതിയിൽ, അതായത് വേറൊരാൾക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. അതായത് നമുക്ക് ECG എടുക്കാൻ പോകാറുണ്ട്. നമ്മൾ ECG എടുക്കാൻ പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ കുറേ മെഷർമെന്റ് കണക്കും കാര്യങ്ങളൊക്കെ ചെയ്തല്ലേ, നമ്മളെന്താ നോക്കുക, ഇങ്ങനെ പോകുന്ന ECG ഇങ്ങനെ പൊന്തുണ്ടെങ്കിൽ നമുക്ക് ശ്വാസം കിട്ടുന്നുണ്ട്, കുഴപ്പമില്ല, ഇങ്ങനെ മനസ്സിലാവും അല്ലേ. അതേമാതിരി ഈ ക്രിക്കറ്റ് ഒക്കെ നടക്കുന്ന സമയത്ത് സ്കോർ ബോർഡ് ഉണ്ടാവുന്നുണ്ട്. സ്കോർ ബോർഡ് ഉണ്ടാകുന്ന സമയത്ത് ഇപ്പം ഫസ്റ്റത്തെ ഓവറിൽ ചിലപ്പം ഇങ്ങനെയൊക്കെ സ്കോർ ബോർഡൊക്കെ ഉണ്ടാവാറുണ്ട്, ബാർ ഡയഗ്രാം ഒക്കെ ആയിട്ട് നമുക്ക് മനസ്സിലാക്കാം. എന്ത് ചെയ്യാം, നമ്മളെ എന്താണ് കളീൻ്റെ ഇപ്പം സച്ചിൻ്റെ റൺസ് എന്നാണ് പറയുന്നത്. അപ്പോൾ സച്ചിൻ ഫസ്റ്റത്തെ ഓവറിൽ എത്ര എടുത്ത്, സെക്കൻഡ് ഓവറിൽ കൂടുതൽ എടുത്തിട്ടുണ്ട്, തേർഡ് ഓവറിൽ കുഴപ്പമില്ല, നാലാമത്തെ ഓവറിൽ കുറച്ച് എടുത്തിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഗ്രാഫ് രൂപത്തിൽ മനസ്സിലാവുന്നുണ്ട്. അതായത് ഇന്റർപ്രിട്ടേഷൻ ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഔട്ട്പുട്ട്. ഇന്റർപ്രിട്ടേഷൻ മീൻസ് എക്സ്പ്ലെയിൻ ചെയ്യാം. എന്ത് ഔട്ട്പുട്ട്, എന്താണ് എക്സ്പ്ലെയിൻ ദി ഔട്ട്പുട്ട്. ഔട്ട്പുട്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ പ്രോഫിറ്റ് അല്ലെങ്കിൽ നമ്മുടെ ലോസ് എക്സ്പ്ലെയിൻ ചെയ്യാം. അത് എന്ത് ചെയ്യുന്നത്, മറ്റൊരാൾക്ക് മനസ്സിലാവുന്ന രീതിയിലാണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എക്സ്പ്ലെയിൻ ചെയ്യേണ്ടത് അല്ലെങ്കിൽ ഇന്റർപ്രറ്റ് ചെയ്യേണ്ടത്. മനസ്സിലായോ. അതായത് നിങ്ങൾ കൊമേഴ്സ് ഒക്കെ പഠിച്ച് നിങ്ങൾ അക്കൗണ്ടന്റ് ആയി, അക്കൗണ്ട്സിലുള്ള കാര്യങ്ങൾ സയൻസിൽ ഒരാൾ വന്ന് നോക്കിക്കഴിഞ്ഞാൽ അയാൾക്ക് മനസ്സിലാവുമോ, ഇല്ല. അപ്പം നിങ്ങൾ എന്ത് ചെയ്യും, അയാൾക്ക് ചിലപ്പോൾ ഗ്രാഫൊക്കെ പറഞ്ഞു കൊടുക്കും. അതായത് ഈ കൊല്ലം ഇത്ര കൂടുതൽ സെയിൽസ് ഉണ്ട്, എന്ത് സൗണ്ട് എന്ത് പ്രശ്നം ഉണ്ടാ, ഇത്ര സെയിൽസ് ഉണ്ട്, അങ്ങനെ കുറെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും. അതായത് ഈ സയൻസിലുള്ള പുള്ളിക്കാരനെ നമുക്ക് എന്തറിയില്ല, അക്കൗണ്ട്സ് അറിയില്ല. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുന്നു, നിങ്ങൾ കൊമേഴ്സ് പഠിച്ച കുട്ടികൾ അക്കൗണ്ട്സിന്റെ റിസൾട്ട്, അയാൾക്ക് എത്ര ലാഭമുണ്ട് എത്ര നഷ്ടമുണ്ടെന്ന് അയാൾക്ക് പറഞ്ഞു കൊടുക്കുന്ന പ്രോസസ്സാണ് ഇന്റർപ്രിട്ടേഷൻ. ലാസ്റ്റ് വൺ കമ്മ്യൂണിക്കേഷൻ ടു ദി യൂസേഴ്സ്. ഇത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കുക. ആർക്കാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കേണ്ടത്, എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അക്കൗണ്ട്സ് ചെയ്യുന്നത്, നമ്മൾ ആർക്ക് വേണ്ടിയിട്ടാണ് അക്കൗണ്ട്സ് ചെയ്യുന്നത്. അതായത് ഒരു കമ്പനി ആണെങ്കിൽ, അപ്പോൾ അതായത് നമ്മളൊരു കമ്പനി എടുക്കാം. കമ്പനിയിൽ കുറേ ആൾക്കാരുണ്ടാവും, എംപ്ലോയീസ് ഉണ്ടാവും, ഡയറക്ടേഴ്സ് ഉണ്ടാവും, അങ്ങനെ കുറേ ആൾക്കാരുണ്ടാവും. പാർട്ണർഷിപ്പിലുണ്ട്. നമ്മൾ ഒരു പാർട്ണർഷിപ്പിന്റെ പേര് പറയാം. ദേവയും അസുരയും ഉണ്ടെന്ന് വിചാരിച്ചോ. ഇവരുടെ പാർട്ണർഷിപ്പിന്റെ പേരാണ് ദേവാസുരം. ഓക്കെ. ഈ ദേവാസുരം എന്നുള്ള സ്ഥാപനം അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ട്. ഈ ദേവാസുരം എന്ന സ്ഥാപനം എന്തുണ്ട്, അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ട്. ദേവാസുരം എന്ന സ്ഥാപനം അക്കൗണ്ട്സ് ചെയ്യുന്നുണ്ട്. ഈ അക്കൗണ്ട്സ് ആർക്ക് വേണ്ടിയിട്ടാണ് ഇവർ ചെയ്യുന്നത്, ദേവാസുരം എന്നുള്ള പാർട്ണർഷിപ്പ് ഫേമിന്റെ അക്കൗണ്ട്സ് ആർക്ക് വേണ്ടി ചെയ്യുന്നത്, ദേവക്കും അസുരക്കും വേണ്ടിയിട്ടല്ലേ. കാരണം ഇത് എന്തിനാ ഇവർക്ക് ചെയ്യുന്നത്, ഇവർ പാർട്ണേഴ്സാണ്. അതേമാതിരി കുറേ ആൾക്കാർക്ക് എന്ത് ചെയ്യണം, നമ്മൾ അക്കൗണ്ട്സ് ചെയ്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം അവർക്ക്. കമ്മ്യൂണിക്കേഷൻ ടു ദി യൂസേഴ്സ്, അത് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം ആരൊക്കെയാണ് യൂസേഴ്സ്, ആരൊക്കെയാണ്. അതായത് അക്കൗണ്ട്സ് ചെയ്ത് കഴിഞ്ഞാൽ അത് ആർക്കൊക്കെ, ഇപ്പോൾ നമുക്ക് ദേവക്കും അസുരക്കും അവരൊക്കെ അക്കൗണ്ട് ചെയ്യുന്നത് എന്തിന്, നമുക്ക് ലാഭമുണ്ടോ നഷ്ടമുണ്ടോ മനസ്സിലാക്കാൻ അക്കൗണ്ട്സ് ചെയ്യണ്ടേ, എന്നാലേ ബിസിനസ് ഉഷാറാക്കാൻ പറ്റുള്ളൂ. ഇനി ഗവൺമെന്റിന് ഒരു എക്സാമ്പിളാണ്, ഗവൺമെന്റ് നമ്മൾ അക്കൗണ്ട്സ് ആവശ്യമുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ പ്രോഫിറ്റ് ആണോ ലോസ് ആണോ കൂടി, പ്രോഫിറ്റ് കൂടി കഴിഞ്ഞാൽ നമുക്ക് ഗവൺമെന്റ് എന്ത് ചെയ്യേണ്ടി വരും, കൂടുതൽ ടാക്സ് അടക്കേണ്ടി വരും. ഓക്കെ. അപ്പോൾ കുറേ ആൾക്കാർക്ക് എന്ത് വേണം, നമ്മുടെ റിസൾട്ട് നമ്മളെ കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് കൊടുക്കണം. ഇത്ര പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്തായിട്ട് മാറി,
ഇത്ര പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ അക്കൗണ്ട്സ് ആയി, അക്കൗണ്ടിങ് ആയി. ഓക്കെ, ഇത്ര പ്രോസസ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എന്തായി, അക്കൗണ്ടിങ് ആയി. അപ്പോൾ എന്തൊക്കെ പറഞ്ഞേ, ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ആണ്. സെക്കൻഡ് സ്റ്റെപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഐഡന്റിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻസ് ആണ്. രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ റെക്കോർഡിംഗ് ആണ്. തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ ആണ്. ഫോർത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ സമ്മറൈസിങ് ആണ്. ഫിഫ്ത്ത് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്റർപ്രറ്റിംഗ് ആണ്. ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്മ്യൂണിക്കേറ്റിംഗ് ആണ്. ഓക്കെ, മറന്നു പോകരുത് കേട്ടോ. ക്ലിയർ? ജസ്റ്റ് ഒന്ന് മൈൻഡിൽ ഓടിച്ചു നോക്കൂ. ഡെഫിനിഷനും കാര്യങ്ങളൊക്കെ നമുക്ക് നാളെ പറയും, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയും കേട്ടോ. മനസ്സിലായിട്ടുണ്ടോ? ആരെങ്കിലും ഒരാളെ എക്സ്പ്ലെയിൻ പറ. മനസ്സിലായിട്ടുണ്ടെങ്കിൽ മനസ്സിലായിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. ശ്രദ്ധിച്ചോ? ഇതും കൂടി പറഞ്ഞിട്ട് നമുക്ക് തൽക്കാലം ഇന്നത്തെ ക്ലാസ് എൻ്റെ ചെയ്യാം. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ടുള്ള അക്കൗണ്ടിങ്ങിൻ്റെ ഒരു ഡെഫിനിഷനാണ് ഇത്. നിങ്ങളിത് മറക്കരുത്. എത്ര ലൈഫിലും കൊമേഴ്സ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ പോലും ഇത് മറക്കാൻ പാടില്ല കേട്ടോ. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് പണ്ടൊരു ആൾ എഴുതിയത്, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. എക്സാമിന് ചോദിക്കാറുണ്ട്, ICPA. നോട്ട് ചെയ്ത് വെക്കേണ്ടത്, മാർക്ക് ചെയ്ത് വെക്കണേ. AICPA കേട്ടോ. AICPA, അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ടന്റ്. അമേരിക്കൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സർട്ടിഫൈഡ് പബ്ലിക് അക്കൗണ്ട്. ഇവരാണ് ഈ ഡെഫിനിഷൻ കണ്ടുപിടിച്ചത്. അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അക്കൗണ്ടിങ് ഈസ് എ ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, classifying and summarizing in a significant manner and in terms of money transactions and event which are in part at least a financial character and interpreting the result. ഓക്കെ, ഈ ഡെഫിനേഷൻ അടുത്ത ക്ലാസ്സിൽ പറയുള്ളൂ. പക്ഷേ ഇതിന് കൂടുതൽ കാര്യങ്ങൾ നമ്മളിപ്പോൾ പഠിച്ചിട്ടുണ്ട്. പഠിച്ച കാര്യങ്ങൾ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് നോക്കാം കേട്ടോ. ഇവിടെ പഠിച്ചത് ഏതൊക്കെയാണെന്ന് വെച്ചാൽ, അക്കൗണ്ടിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആർട്ട് ഓഫ് റെക്കോർഡിങ്. നമുക്കറിയാം, റെക്കോർഡിങ് പഠിച്ചല്ലോ. റെക്കോർഡിങ് പഠിച്ചു, ക്ലാസിഫിക്കേഷൻ പഠിച്ചു, സമ്മറൈസേഷൻ പഠിച്ചു. എന്ത് സിഗ്നിഫിക്കൻ്റ് മാനർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഓർഡറിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്, ട്രാൻസാക്ഷൻസ് റെക്കോർഡ് ചെയ്യുന്നത്. ആ റെക്കോർഡ് ചെയ്ത ട്രാൻസാക്ഷൻ നമ്മൾ എന്ത് ചെയ്യുന്നത്, ക്ലാസിഫൈ ചെയ്യുന്നത്. ക്ലാസിഫൈ ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുന്നത്, സമ്മറൈസ് ചെയ്യുന്നത്. പിന്നെ ഒരു ഓർഡർലി മാനർ, സിഗ്നിഫിക്കൻ്റ് മാനർ ഉദ്ദേശിക്കുന്ന ഒരു ഓർഡറിൽ. ആൻഡ് ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ, അതായത് ട്രാൻസാക്ഷൻ ഇവന്റ്, പണമോ പണത്തിന് തുല്യമായിട്ടുള്ള വാല്യൂ ഉള്ള സാധനം. അറ്റ്ലീസ്റ്റ് എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ആൻഡ് ആ ഉണ്ടാക്കിയിട്ടുള്ള സാധനം എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് എന്ത് ചെയ്യുന്നത്, ഇന്റർപ്രറ്റ് ചെയ്യുന്നത്. ഇത്ര കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇന്ന് പഠിച്ചിട്ടുള്ളത്. ഇന്ന് പഠിച്ച ഡെഫിനേഷൻ തന്നെയാണ് ഇത് പറയുന്നത്. അപ്പോൾ എന്താ എൻ്റെ കൂടെ, ജസ്റ്റിൻ്റെ കൂടെ എല്ലാവരും വായിക്കുക. അക്കൗണ്ടിങ് ഈസ് ദി ആർട്ട് ഓഫ് റെക്കോർഡിംഗ്, ക്ലാസിഫൈങ്, സമ്മറൈസിങ് ഇൻ എ സിഗ്നിഫിക്കൻ്റ് മാനർ ഇൻ ടേംസ് ഓഫ് മണി ട്രാൻസാക്ഷൻ, മണിപരമായിട്ടുള്ള ട്രാൻസാക്ഷൻസ്. അത് കടത്തിനാവാം, ക്യാഷിനാവാം. ആൻഡ് ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ്റെ ഒരു ഔട്ട്പുട്ടിനെ പറഞ്ഞ പേരാണ് ഇവന്റ്. ശ്രദ്ധിക്കുക കേട്ടോ. ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ട്രാൻസാക്ഷൻ്റെ ഔട്ട്പുട്ടാണ്. ശ്രദ്ധിക്കുക. നമുക്ക് ഓംപ്ലേറ്റ് ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ഓംപ്ലേറ്റ് ഉണ്ടാവുന്നത് കുറേ ട്രാൻസാക്ഷൻ നടത്തിയിട്ടാണ് അല്ലേ? അതായത് നമ്മൾ എഗ്ഗ് കട്ട് ചെയ്യുന്നത്, പിന്നെ അതിലേക്ക് ചില്ലി കാര്യങ്ങൾ ഇടുന്നത്, സാൾട്ട് ഇടുന്നത്, പിന്നെ പാനിൽ വെച്ച് ചെയ്യുന്നത്, അങ്ങനെ ലാസ്റ്റാണ് നമുക്ക് എന്ത് ഓംപ്ലേറ്റ് ഉണ്ടാകുന്നത്. അപ്പോൾ ഇത്ര ട്രാൻസാക്ഷൻ്റെ ഒരു ഔട്ട്പുട്ട് അല്ലേ ഈ ഓംപ്ലേറ്റ് ഉദ്ദേശിക്കുന്നത്. അപ്പം ഇവന്റ് ഉദ്ദേശിക്കുന്നത് എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ട്രാൻസാക്ഷൻസിന്റെ ഒരു ഔട്ട്പുട്ടിനെ പറഞ്ഞ പേരാണ് എന്ത്, ഇവന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. വേറൊരു എക്സാമ്പിൾ നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടിയിട്ട്, ഞാൻ 10 kg റൈസ് പർച്ചേസ് ചെയ്തു. 10 kg റൈസ് പർച്ചേസ് ചെയ്തു. ഇതിൽ 8 kg റൈസ് ഞാൻ എന്ത് ചെയ്തു, സെയിൽ ചെയ്തു. ബാക്കി എത്ര kg സെയിൽ ഉണ്ട്, സ്റ്റോക്ക് ഇവിടെ ഉണ്ട്, 2 kg സ്റ്റോക്ക് ഉണ്ടല്ലോ.
2 kg സ്റ്റോക്ക് ഉണ്ടല്ലോ ഇവിടെ. അത് എങ്ങനെ വന്നത്? പർച്ചേസ് എന്നുള്ളൊരു ട്രാൻസാക്ഷൻ അല്ലേ? പർച്ചേസ് എന്നുള്ള ട്രാൻസാക്ഷൻ ആണ്. സെയിൽസ് എന്ന് പറഞ്ഞാൽ വേറെ ട്രാൻസാക്ഷൻ ആണ്. അതിൻ്റെ ഔട്ട്പുട്ട് അല്ലേ സ്റ്റോക്ക് ആയത്? അതൊരു ഇവന്റ് ആണ്. അപ്പോൾ ബിസിനസ്സിൽ എന്തൊക്കെ ട്രാൻസാക്ഷൻ ഉണ്ടാവും? ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവന്റ് വിച്ച് ആർ അറ്റ്ലീസ്റ്റ് ഇൻ എ പാർട്ട്, അറ്റ്ലീസ്റ്റ് ഇൻ എ ഫിനാൻഷ്യൽ ക്യാരക്ടർ ഉണ്ടായിരിക്കണം. എങ്ങനെയായാലും അതിലൊരു പണമോ പണത്തിന്റെ വാല്യൂ ഒരു ക്യാരക്ടർ ഉണ്ടായിരിക്കണം. അത് കടത്തിനാവാം, ക്യാഷിനാവാം, എന്തും ആവാം. ആൻഡ് ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട് എന്ത് ചെയ്യണം? ഇന്റർപ്രറ്റ് ചെയ്യണം. ഇന്റർപ്രറ്റിംഗ് ദ റിസൾട്ട്. ഇത്രയാണ് ഡെഫിനിഷനാണ്. ഈ ഡെഫിനിഷൻ നിങ്ങൾ കാണാതെ പഠിച്ചിരിക്കണം. കാണാതെ പഠിക്കാനൊന്നുമില്ല, നമ്മൾ കുറേ കാര്യങ്ങൾ ഇപ്പം തന്നെ ഓൾറെഡി പറഞ്ഞു. ഓക്കെ, അപ്പോൾ ഞാൻ ഇന്നത്തെ ക്ലാസ് വൈൻഡ് അപ്പ് ചെയ്യുന്നതാണ്. ആ വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്ത് നോക്കാം. ഇന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങൾ നോക്കാം. ഓക്കെ, ഇന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഐഡന്റിഫിക്കേഷൻ ഓഫ് റെക്കോർഡിംഗ് ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ പറഞ്ഞല്ലോ. ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ്, ട്രാൻസാക്ഷൻസ് ആൻഡ് ഇവൻറ്റ്സ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഐഡന്റിഫൈ ചെയ്യുന്നത്, അത് റെക്കോർഡ് ചെയ്യുന്നു. രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നത്, ഒരേ നാച്ചുറൽ ആയിട്ടുള്ള കാര്യങ്ങൾ എന്ത് ചെയ്യുന്നത്? ക്ലാസിഫൈ ചെയ്യുന്നു. മൂന്നാമത്തെ സമ്മറൈസേഷൻ ചെയ്യുന്നു. ഈ ക്ലാസിഫിക്കേഷൻ ചെയ്ത സാധനം നമ്മൾ എന്ത് ചെയ്യുന്നത്? സമ്മറൈസ് ചെയ്യുന്നത്. അതിൽ നിന്ന് നമുക്ക് 4 കാര്യങ്ങൾ കിട്ടും. ഒന്ന് അസറ്റ് കിട്ടും, രണ്ടാമത്തത് ലാബിലിറ്റി കിട്ടും, മൂന്നാമത്തത് പ്രോഫിറ്റ് ആണെങ്കിൽ പ്രോഫിറ്റ് കിട്ടും, നാലാമത്തത് ലോസ് ആണെങ്കിൽ ലോസ് കിട്ടുമല്ലോ. അനാലിസിസ് ആൻഡ് ഇന്റർപ്രറ്റ് ചെയ്യുന്നുണ്ടല്ലോ. ഇന്റർപ്രിട്ടേഷൻ എന്ന് പറഞ്ഞല്ലോ, എന്ത് ചെയ്യുന്നത്? വേറെ നല്ല വിശദീകരിച്ച് കൊടുക്കുക. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് എന്നാണ് കേട്ടോ. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് എന്നാണ്. ഇന്റർപ്രിട്ടേഷൻ ഓഫ് റിസൾട്ട് കിട്ടിയിട്ടുണ്ടാവുന്ന ഈ റിസൾട്ടുകളൊക്കെ എന്ത് ചെയ്യുക? അനാലിസിസ് ചെയ്യുകയും ഇന്റർപ്രറ്റ് ചെയ്യുകയും ചെയ്യുക. നെക്സ്റ്റ് വൺ, കമ്മ്യൂണിക്കേഷൻ ടു ദി യൂസേഴ്സ്. ആരൊക്കെ ഉണ്ടാവാം ബിസിനസ്സിൽ യൂസേഴ്സ്? ഒന്ന് ബിസിനസ്സിന്റെ ഓണർമാരുണ്ടാവാം, ബിസിനസ്സിന്റെ പാർട്ണർമാരുണ്ടാവാം, പിന്നെ നമുക്ക് ഗവൺമെന്റിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യുന്നുണ്ടാവാം? ഇത് യൂസ് ചെയ്യാൻ പറ്റും. അപ്പം ഇത്ര കാര്യങ്ങൾ, ചെറിയ ടോപ്പിക്കാണ് എന്ന് എടുത്തിട്ടുള്ളൂ. അടുത്ത ക്ലാസ് ഞാൻ എന്ത് ചെയ്യും? ഇതിലെ ഈ കാര്യങ്ങളൊക്കെ വൈഡായിട്ട് പറയും. എക്സാമിനൊക്കെ ഇങ്ങനെ ചോദിക്കുന്ന രീതിയിലുള്ള വൈഡായിട്ട് ഞാൻ അടുത്ത ക്ലാസ് ഡിസ്കസ് ചെയ്യും. അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യാം? നിങ്ങൾക്കൊരു ചെറിയൊരു പി ഡി എഫ് നിങ്ങൾക്ക് അയച്ചൊരു രാത്രി ഇതിൻ്റെ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുള്ളൂ. ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്തായാലും നിങ്ങൾക്ക് ഒന്നും കൂടി നിങ്ങൾ എന്ത് ചെയ്യുക? വൈകിട്ട് ഞാൻ എന്ത് ചെയ്യും? യൂട്യൂബ് ചാനൽ അപ്ലോഡ് ചെയ്യും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? അത് നിർബന്ധമായിട്ടും അവിടെ നിന്ന് എന്ത് ചെയ്യുക? അപ്ലോഡ് ചെയ്യുക. ഇനിയിപ്പോൾ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക? സബ്സ്ക്രൈബ് ചെയ്യുക. ക്ലാസ്സുകൾ കേൾക്കും. +2 ക്ലാസ് അതിലുണ്ടായി, നിങ്ങൾ കേൾക്കുകയോ വേണ്ട കേട്ടോ. +2 ക്ലാസ്സുകൾ അതിലുണ്ടാവും, അതിന് കേൾക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, അപ്പോൾ തൽക്കാലം വൈൻഡ് അപ്പ് ചെയ്യുന്ന മുന്നേ നിങ്ങൾക്ക് എന്തൊക്കെ ഇന്നത്തെ ക്ലാസ്സിൽ നിന്ന് മനസ്സിലായി എന്നുള്ളത് ജസ്റ്റ് സമ്മറൈസ് ചെയ്തിട്ട് പറയാം.